Hi all, നമ്മൾ ഇന്ന് സ്റ്റെറിലൈസേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റെറിലൈസേഷൻ? സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ a substance free from all microorganism both in vegetative and spore forming, non-vegetative forms. So, complete killing of the microorganism. So, spawning state എന്ന് പറയുമ്പോഴത്തേക്കും spores എന്താണെന്ന് നോക്കാം. Spores എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a reproductive structure that is adapted for dispersal and surviving for the extended periods. In unfavorable conditions. So, unfavorable conditions ഉണ്ടാവുന്ന സ്പോർസിന് വരെ നമുക്ക് സ്റ്റെറിലൈസേഷൻ പർപ്പസോട് കൂടി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്പോയിൽ ചെയ്യാൻ പറ്റും. സോ സ്റ്റെറിലൈസേഷനിൽ വരുന്ന കുറച്ച് ടേംസുകൾ നമുക്ക് നോക്കാം. ഡിസ്ഇൻഫെക്ഷൻസ്. സോ എന്താണ് ഡിസ്ഇൻഫെക്ഷൻ? ഇതെന്ന് പറയുമ്പോഴത്തേക്കും കില്ലിംഗ് അല്ല, ഡിസ്ട്രക്ഷൻ ഓഫ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക. പാത്തോജനിക് ഓർഗാനിസത്തിനെ നമ്മുടെ ആ ഒരു സർഫസിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അതിനാണ് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഡിസ്ഇൻഫെക്ഷൻ ഡസ് നോട്ട് affect the spore stating organisms. Antisepsis. So antisepsis എന്ന് വെച്ചാൽ എന്താണ്? Mainly prevention of the infection by inhibiting the growth of bacteria in wounds and tissues. Mainly നമ്മൾ ആന്റിസെപ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ആന്റിസെപ്സിസ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കെമിക്കൽസ് ഓർ ഡിസ്ഇൻഫെക്റ്റൻസ് which can be safely applied on skin or mucous membrane to prevent infection by inhibiting the growth of bacteria in addition to antiseptics. Okay. അതുപോലെ തന്നെ ബാക്ടീരിയോസിഡൽ ഏജൻസ് ഓർ ജെർമിസൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയാസിനെ ഇല്ലാണ്ടാക്കുന്നത്. സോ ബാക്ടീരിയോസിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ കില്ലിംഗ് വൺസ്. ഓക്കെ, സോ ദോസ് വിച്ച് ആർ ഏബിൾ ടു കിൽ ബാക്ടീരിയ, സോ അതിനെ നമ്മൾ ബാക്ടീരിയോസിഡൽ ഏജൻസ് എന്ന് പറയും, ഓർ ജെർമിസൈഡ്സ്. സോ ബാക്ടീരിയോസ്റ്റാറ്റിക് ഏജൻസ് എന്ന് വെച്ചാൽ എന്താ? ദേ ഓൺലി ഇൻഹിബിറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ബാക്ടീരിയ, ബട്ട് ദേ ക്യാൻ റിമെയിൻ, ദേ വിൽ സ്റ്റിൽ റിമെയിൻ അലൈവ്. ഓക്കെ, so cleaning എന്ന് പറയുമ്പോഴത്തേക്കും important preparatory step before the sterilization or disinfection by removing the soil and the dirt of this particular area. So that means cleaning. നമ്മൾ എന്തൊരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മൾ കൾച്ചർ പ്ലേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സ്ട്രീക്കിങ്, എനിത്തിങ് വി ഡു ഇൻ ദ ലാബ് ഓർ എനിത്തിങ് വി want to remove the particular organism, we have to start with cleaning. So next one is decontamination. After this cleaning and ഈ ഒരു പർപ്പസിനൊക്കെ ശേഷം നമ്മൾ decontaminate ചെയ്യുക. അതായത് the process of rendering an article or an area free of contaminants including microbial, chemical and radioactive and other hazards. Okay. So classification of this particular sterilization may be two types. They are physical and chemical. So physical വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും heat, filtration and radiation. Chemical agents alcohol, halogens, bioagents, surface active substances, phenol and phenolic compounds. So physical agents വരുന്നതാണ് sunlight, basic നമ്മുടെ sunlight, drying, heat, the heat will be mostly dry heat and moist heat, then filtration, radiation and ultrasonic and sonic vibrations. Chemical agents വരുമ്പോഴത്തേക്കും alcohol, ethyl, isopropanol, trichobutanol, aldehydes, formaldehydes, glutaldehyde, dyes, halogens, phenol, surface active agents, metallic salts, etc. So physical methods of sterilization, first one വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് ആണ്. സോ സൺലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി നമ്മുടെ വീടുകളിൽ പണ്ടുകാലം തൊട്ടേ വിതൗട്ട് നോയിങ് ദാറ്റ് ഇറ്റ് ഇസ് എ സ്റ്റെറിലൈസേഷൻ മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് സൺലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൺലൈറ്റിൽ ഉണ്ടാവുന്ന UV റേസ് ചില ഏരിയാസിനെ എന്ത് എഫക്ട് ചെയ്യും. സോ ഇൻ ട്രോപ്പിക്കൽ എക്സാമ്പിൾ ആണ്, ട്രോപ്പിക്കൽ കൺട്രിയിലെ ജെർമിസൈഡൽ എഫക്ട് ഈസ് ബെറ്റർ ദാൻ 4 സീസൺ കൺട്രീസ്. ഓക്കെ, bacteria in water are readily destroyed by sunlight. And next one is drying. So moisture is essential for the growth of the bacteria. So drying in air has deleterious effect on many bacteria. However, spores are unaffected. Therefore, it is not really unreliable. Okay, spores നമുക്ക് kill ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത്യാവശ്യത്തിന് ഒരു പ്രിസർവേഷൻ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുറേ കാലത്തേക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫുഡ് ഓർ എനിത്തിങ് by this drying method. So heat എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ആണ് ഫോർ ദി സ്റ്റെറിലൈസേഷൻ. നമ്മൾ ഡ്രൈ ഹീറ്റും മോയിസ്റ്റ് ഹീറ്റും യൂസ് ചെയ്ത് ലാബിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. സോ അത് ഏതൊക്കെയാണെന്നൊന്ന് മെൻഷൻ ചെയ്യുക താഴെ കമൻറ്റ് സെക്ഷനകത്ത്. കുറച്ച് ഫാക്ടേഴ്സ് വരുന്നുണ്ട് സ്റ്റെറിലൈസേഷൻ യൂസ്ഡ് ബൈ ഹീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും നേച്ചർ ഓഫ് ദി ഹീറ്റ്, നമ്മൾ എന്ത് ടൈപ്പ് ഹീറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വെദർ ഇറ്റ് ഈസ് ഡ്രൈ ഹീറ്റ് ഓർ മോയിസ്റ്റ് ഹീറ്റ്. പിന്നെ വന്നത് ടെമ്പറേച്ചർ ആൻഡ് ടൈം, നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് പ്രസന്റ്, characteristics of my organism, species, strain, spore capacity,
type of material which organism have to be eliminated. Killing effect is due to protein denaturation, oxidative damage, and toxic effects of elevated level of electrolytes. Killing effect of the moisture due to the denaturation and coagulation of proteins. Mainly നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിന്റെ കൊയാഗുലേഷൻ ആൻഡ് പ്രോട്ടീൻ അതിൻ്റെയൊക്കെ എൻസൈമുകൾ ഡിസ്ട്രക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ തെർമൽ ഡെത്ത് ടൈം എന്താന്ന് നോക്കാം. തെർമൽ ഡെത്ത് ടൈം എന്താ, അതിന്റെ പേര് പറയുന്നല്ലേ, അതായത് നമുക്ക് മിനിമം റിക്വയർമെന്റ് ഓഫ് ദ ടൈം വിച്ച് വി ഹാവ് ടു കിൽ ദിസ് മൈക്രോ ഓർഗാനിസം അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് ടെമ്പറേച്ചർ in a specified environment. And the thermal death time is inversely proportional to temperature. And when the TDT is increased in the presence of organic substance, proteins, nucleic acid, starch, gelatin, sugars and fats, oils. So dry heat la nammal mainly use cheyna flaming use cheyyunnund. Okay, heating over fire till they become red hot. Like nammal help example പറയാന്ന് വെച്ചാൽ നമ്മുടെ inoculation loop. Okay, instrument like point of forceps, spatulas, inoculation loops, wires ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ദ പെർഫെക്റ്റ് ഡിസിൻഫെക്ഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം. റെഡ് ഹോട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് ഓർഗാനിസം എല്ലാം ചത്തുപോകും. പക്ഷെ നമ്മൾ അതിന് പകരം ആൽക്കഹോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷനിൽ നമ്മൾ സ്റ്റെറിലൈസേഷൻ സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിസിൻഫെക്ഷൻ ആണെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇനോക്കുലേഷൻ ലൂപ്പ് ഈസ് ബെറ്റർ ഡിപ്പ് ഇൻ ഡിസിൻഫെക്റ്റന്റ് ഫസ്റ്റ് ബിഫോർ ഫ്ലെയിമിംഗ് ടു പ്രിവെന്റ് ദ സ്പാറ്ററിംഗ്. ഇൻസിനറേഷൻ. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കത്തിച്ചു കളയുക, വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ കത്തിച്ചു കളയുക. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ് ദ കമ്പഷൻ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ഇൻ വേസ്റ്റ് മെറ്റീരിയൽസ്. ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ക്ലോത്ത്, animal carcasses and pathological material, PVC, polythene and ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി കത്തിച്ചു കളയാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഇൻസിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഹോട്ട് എയർ ഓവൻ. നമ്മുടെ ലാബിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഡ്രൈ ഹീറ്റിന്റെ ബേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. Hot air ovens എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് which is used for the sterilization purpose. The oven uses dry heat to sterilize articles. Generally, they can be operated from 50 to 300 degrees Celsius or 122 to 572 Fahrenheit. Okay, there is a thermostat controlling the temperature, and this is most widely used method, sterilization method in our labs. Okay, glassware, forceps, scissors, scalpel, അങ്ങനെ ഗ്ലാസ് സിറിഞ്ചസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡ്രൈ ഹീറ്റ് വെച്ച് സ്റ്റെറിലൈസ്. സോ പ്രിക്കോഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് വെയർസ് ഷുഡ് ബി ഡ്രൈ വിച്ച് വി ഹാവ് ടു പുട്ട് ഇൻ ദ ഹോട്ട് എയർ ഓവൻ ആൻഡ് ദ ഓവൻ ഷുഡ് നോട്ട് ബി ഓവർലോഡഡ് ആൻഡ് ആർട്ടിക്കിൾസ് ആർ ടു ബി അറേഞ്ച്ഡ് ഇൻ എ മാനർ ടു അലോ ഫ്രീ സർക്കുലർ എയർ. ഇങ്ങനെ കട്ട കൂടി കുത്തി നിറച്ച് വയ്ക്കാതിരിക്കുക, എയർ പാസ് ചെയ്യാനുള്ളത് പോലത്തെ വേണം, അടുക്കിപ്പറിക്ക് വേണം നമ്മൾ എപ്പോഴും വയ്ക്കാനായിട്ട്. ഡോർ of the oven should be opened after it cools down. The next one is moist heat. So moist heat can be categorized into three groups. Number temperature below 100 degrees Celsius, temperature at 100 degrees and temperature above 100 degrees Celsius. So അതിൽ വരുമ്പോഴത്തേക്കും പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് അതെന്ന് പറയുമ്പോഴത്തേക്കും 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് or 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 to 20 minutes following by cooling quickly to 30 degrees Celsius or lower. So ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ നോൺ സ്പോറിൻ പാത്തജൻസ് നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ മൈക്കോബാക്ടീരിയ, ബ്രൂസെല്ല, സാൽമോണല്ല എക്സെട്ര. നെക്സ്റ്റ് വൺ ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. സോ അതിന് വല്ലാണ് ബോയിലിംഗ് പറയാം. ബോയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ കോമൺലി ചെയ്തതാണ് നന്നായിട്ട് തിളപ്പിക്കുക. സോ ഓക്കെ, നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോഴാണ് ബോയിലിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. നോട്ട് റെക്കമെൻഡഡ് ഫോർ ദ സ്റ്റെറിലൈസേഷൻ ബട്ട് used for the disinfection. Sterilization may be promoted by addition of 2% sodium bicarbonate to the water. Holding period എന്ന് പറയുന്നത് 10 to 30 minutes ആണ്. Steam at atmospheric pressure ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ യൂസ്ഡ് ടു സ്റ്റെറിലൈസ് കൾച്ചർ മീഡിയ, ഓട്ടോക്ലേവിന്റെ മെയിൻ തിയറി ആണത്. ദിസ് ഈസ് ആൻ ഇൻഎക്സ്പെൻസീവ് മെത്തേഡ്. ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 minutes. ഓക്കെ, ഇതിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് എക്സ്പോസ് ദ കിൽസ് വെജിറ്റേറ്റീവ് ബാക്ടീരിയ ആൻഡ് ദെൻ നെക്സ്റ്റ് എക്സ്പോസർ will kill the vegetative bacteria that matures from the spore. Steam under pressure.
സോ ഇതാണ് ബേസിക്കലി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ഓട്ടോക്ലേവിന്റെ ഫംഗ്ഷൻ ഓർ സ്റ്റീം സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ കുക്കറിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഭവമാണ്. So autoclave is a device that uses steam to sterilize equipment and other objects, and this means that all bacteria, virus, fungi and spores are inactivated. However, prions may not be destroyed by autoclaving at the typical 134 degrees Celsius for 3 minutes or 120 degrees Celsius for 15 minutes. ഓക്കെ, നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം എത്ര പ്രഷറിൽ വേണം അത് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഓൾസോ കമന്റ് വാട്ട് ഈസ് പ്രയോൺസ്. ഓക്കെ, and the holding period varies and temperature between always comes under 180 degrees Celsius to 147 degrees Celsius. items നമ്മൾ ഡ്രസ്സിംഗ്സ്, ഇൻസ്ട്രുമെന്റ്സ്, ലബോറട്ടറി വെയർ, മീഡിയാസ്, ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഇതൊക്കെയാണ് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യാറുള്ളത്. സോ നെക്സ്റ്റ് ഫിസിക്കൽ ഇതാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അത് ഹെൽപ്സ് ടു റിമൂവ് ബാക്ടീരിയ ഫ്രം ദ ഹീറ്റ് ലെബൽ ലിക്വിഡ്സ്, ഐറ്റംസ്, സെറ ആൻഡ് സൊല്യൂഷൻസ് ഓഫ് ഷുഗേഴ്സ് ഓർ ആന്റിബയോട്ടിക്സ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ആസ് വൈറസ് പാസ് ത്രൂ ദ ഓർഡിനറി ഫിൽറ്റേഴ്സ്, ഫിൽട്രേഷൻ കനോട്ട് ബി ഒബ്റ്റെയിൻ bacteria free filters. So clinical samples of virus for virus isolations. Type of filters നമ്മൾ യൂസ് ചെയ്യുന്ന പറയുമ്പോൾ candle filters, asbestos filters, sintered glass filters and membrane filters. Okay. So ബാക്കിയുള്ളത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോക്കിപ്പോയാൽ മതി. So next one, radiation. So radiationൽ വരുമ്പോഴത്തേക്കും two types of radiation ഉണ്ട്, ionization radiation and non-ionization radiation. Non-ionization radiation എന്ന് പറയുമ്പോഴത്തേക്കും infrared used for rapid mass sterilization of prepacked items such as syringe, catheters, etc. UV lights അതുപോലെ used for the disinfecting the enclosed areas such as entryways, operation theaters and labs. Ionization radiation വരുന്നതാണ് gamma rays and x-rays used for the sterilization of plastic, syringe, swabs, etc. So next one is the chemical method of sterilization. So chemical agents എന്ന് പറയുമ്പോഴത്തേക്കും action of the chemical agents mainly protein coagulations, disruption of the cell membrane resulting in exposure, damage and loss of contents, removal of sulfhydryl groups essential for normal functioning of enzymes and substrate competition. So നമ്മൾ commonly യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന കെമിക്കൽ എന്ന് പറയുന്നത് ആൽക്കഹോൾ. സോ ആൽക്കഹോളിൽ നമ്മൾ ഇതേൽ ആൽക്കഹോളും ഐസോപ്രോപ്പനൈൽ ആൽക്കഹോളും എടുക്കുന്നുണ്ട്. ഒരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 60 to 90 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഐസോപ്രോപ്പനൈൽ ആൽക്കഹോളിൽ നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്ററിനെ ഡിസിൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. മീഥൈൽ ആൽക്കഹോളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫംഗൽ സ്പോർസ്, പിന്നെ ക്യാബിനറ്റ്സ്, ഇൻക്യുബേറ്റേഴ്സ് ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. മീഥൈൽ ആൽക്കഹോൾ ഈസ് ഓൾസോ ടോക്സിക് ആൻഡ് ഇൻഫ്ലേമബിൾ കൂടിയാണ്. അപ്പോൾ യു ഹാവ് ടു കമന്റ് ദാറ്റ് ഇൻ അവർ ലാബ്, നമ്മുടെ ലാബിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ ഏതാണ്, നമ്മൾ അതിൽ എടുക്കുന്ന കോൺസെൻട്രേഷൻ ഏതാണെന്നുള്ളത് യു ഹാവ് ടു കമന്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ആൻഡ് ആൽഡിഹൈഡ്, next chemical is aldehyde. So we are using formaldehyde. So it is a bactericidal property and sporocidal property and lethal effect on virus. Also it can also use in against virus. Okay, used to preserve anatomical specimen, destroying anthrax spores on hair and wool. Glutaldehyde. So glutaldehyde എന്ന് പറയുമ്പോഴത്തേക്കും effective against tubercle bacilli, fungi, fungus, less toxic and irritant to eyes and skin. Used to treat anesthetic rubber, face masks, plastic endotracheal tubes and metal instruments and polythene tubings. പിന്നെ യൂസ് ചെയ്യുന്നതാണ് കെമിക്കൽസ് ആണ് ഡൈസ്. സോ ഡൈസ് മേ ബി 2 ടൈപ്സ് ആണുള്ളത്, അനലിൻ ഡൈയും അക്രിഡിൻ ഡൈയും. സോ ബോത്ത് ഓഫ് ദ ബാക്ടീരിയോസ്റ്റാറ്റിക് ഇൻ ഹൈ ഡൈല്യൂഷൻ ബട്ട് ആർ low bactericidal activity, and aniline dye is more active against gram positive than gram negative organism. So some of the important dyes are proflavin, acryflavin, euflavin, aminoacrine, etc. And halogens ആണ് നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അയോഡിൻ, ക്ലോറിൻ. സോ ഹലോജനിൽ അയോഡിൻ വരുമ്പോഴത്തേക്കും യൂസ്ഡ് ആസ് എ സ്കിൻ ഡിസിൻഫെക്റ്റന്റ് and having active bactericidal activity and moderate action on spores. Chlorine എന്ന് പറയുമ്പോഴത്തേക്കും used to disinfect water supply, swimming pools, food and dairy industries. Along with the hypochlorite and bactericidal also act on a virus. Phenols വരുമ്പോഴത്തേക്കും there are obtained from distillation of coal tar between 170 degrees Celsius to 270 degrees Celsius. It has lethal effects. They can cause cell membrane damage, releasing the cell contents and causing lysis. Low concentration will be precipitation proteins.
ഗ്യാസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എഥിലീൻ ഓക്സൈഡ്, ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ആൻഡ് ബീറ്റ പ്രൊപ്പിയോലാക്ടോൺസ് BP. സോ ഇഥിലീൻ ഓക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആൽക്കലൈറ്റിംഗ് ദ അമിനോ കാർബോക്സൈൽ ഹൈഡ്രോക്സിൽ ആൻഡ് സൾഫൈഡ് ഗ്രൂപ്പ്സ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ്. ഓൾസോ DNA ആൻഡ് RNA ഇത് ഡാമേജുകൾ കോസ് ചെയ്യാറുണ്ട്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹേർട്ട്ലിംഗ് മെഷീൻസ്, റെസ്പിറേറ്റേഴ്സ്, സക്ചേഴ്സ്, ഡെന്റൽ എക്യുപ്മെന്റ്സ്, ബൂട്ട്സ്, ക്ലോത്ത്സ്, ഇതിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനാണ്. ഫോർമാൽഡിഹൈഡ് ഗ്യാസ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഫ്യൂമിഗേഷൻ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അതർ റൂംസ്. Formaldehyde is produced by adding 150 gram of KMnO4 to 280 ml of formalin for every 1000 CUFT of room volume. Okay, after closing the windows and other outlets. നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മുടെ ഇവിടെയും ചെയ്യുന്നുണ്ട് കേട്ടോ, ഫ്യൂമിഗേഷൻ പർപ്പസ് നമ്മുടെ ലാബിലും ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ഫ്യൂമിഗേഷൻ ദ ഡോർ ഷുഡ് ബി സീൽഡ് ആൻഡ് ലെഫ്റ്റ് ഓപ്പൺ ഫോർ 48 hours. സോ നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം ലാബിൽ ചെയ്തിട്ട് മൺഡേ ആണ് നമ്മളിത് ഓപ്പൺ ചെയ്യാറുള്ളത്. പിന്നെ 2 ദിവസം അത് അടച്ചിടും. ബീറ്റ പ്രൊപ്പോലാക്ടേൻ. സോ ഇവിടെ വരുമ്പോഴത്തേക്കും പ്രൊഡക്റ്റ് ഓഫ് കീറ്റെയിൻ ആൻഡ് ഫോർമാൽഡിഹൈഡ് വിത്ത് എ ബോയിലിംഗ് പോയിന്റ് ഓഫ് 163 degrees Celsius, having rapid bactericidal activity, but they are carcinogenic and capable of killing all microorganisms and is very active against